ശ്രീ സമ്പത്ത്, ഇപ്പോൾ NSS SNDP രാഷ്ട്രീയമൊക്കെ വലിയ തോതിൽ കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി കേരളം ചർച്ച ചെയ്യുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമാണ് അത്തരം വിഷയങ്ങളൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടും. അതിൽ NSS ജനറൽ സെക്രട്ടറി വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശനം അങ്ങും ശ്രദ്ധിച്ചു കാണുമല്ലോ. കഴിഞ്ഞ 11 വർഷമായി കേന്ദ്രം ഭരിക്കുകയല്ലേ, ശബരിമലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു? അതിനുശേഷം പറഞ്ഞ വാദകം ഞാൻ പറയുന്നില്ല. പമ്പയിൽ മുങ്ങി ആണല്ലോ അയ്യപ്പൻ, അത്ര മോശം സാഹചര്യത്തിൽ മുങ്ങിയാണല്ലോ അയ്യപ്പന്മാർ ശബരിമല ദർശനത്തിന് പോകുന്നത്. ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി കാര്യമായി ചെയ്യുന്നുണ്ടല്ലോ, ഉത്തരേന്ത്യയിലെ നദികൾ സംരക്ഷിക്കാൻ കാര്യമായി ഇടപെടുന്നുണ്ടല്ലോ, മാലിന്യം തള്ളാതിരിക്കാൻ അവിടെ കാവൽ നിർത്തുന്നുണ്ടോ? പിന്നെ എന്തുകൊണ്ട് പമ്പയുടെ കാര്യത്തിൽ, ശബരിമലയുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല? എവിടെ ശബരി റെയിൽ പദ്ധതി? അത് ഓരോ നേതാക്കളുടെയും വീട്ടിലേക്കായിരിക്കും ആ പദ്ധതി പോയിട്ടുണ്ടാകുക എന്നൊക്കെ രൂക്ഷമായ വിമർശനം നടത്തുന്നുണ്ടായിരുന്നു. ഈ ശബരി റെയിൽ ഉൾപ്പെടെ റെയിൽവേ വികസനത്തിൽ കുറെ കൂടി പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങേക്ക്? 1996 11ാം ലോക്സഭയിൽ ഞാൻ അംഗമായിരിക്കുന്ന വേളയിൽ അന്ന് ആദ്യം ശ്രീ ദേവഗൗഡ, പിന്നീട് ശ്രീ ഗുജറാൾ 18 മാസക്കാലം ഉണ്ടായിരുന്ന ആ ഒരു UF ഗവൺമെൻറ്റിൽ റെയിൽ മന്ത്രിയായിരുന്നത് ശ്രീ രാംവിലാസ് പസ്വാനാണ്. യശസ്വരീയനായ ശ്രീ രാംവിലാസ് പസ്വാനാണ്. പസ്വാനെ ഞാൻ ഉൾപ്പെടെ അന്നത്തെ ലോക്സഭയിൽ ഉണ്ടായിരുന്ന പലരും ഓർക്കുന്നത്, അദ്ദേഹം ഈ അങ്കമാലി ശബരി പാതയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ സ്ലിപ്പ് ഓഫ് ദ ടങ്ങായിട്ട് നമ്മൾ ആ ഉച്ചാരണം വരുമ്പോൾ എപ്പോഴും അദ്ദേഹം ലോക്സഭയിലും പുറത്തും അങ്കമാലി ശബരി എന്നുള്ളത്. അപ്പം ഞങ്ങൾ പലരും ചിരിക്കുമായിരുന്നു. ശ്രീ NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെ അന്ന് ലോക്സഭയിൽ അംഗമാണ്. അങ്കമാലി ശബരി എന്നാണ് പറയുക. അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അന്ന്. ഇഫ് there is a will, there will be a railway. If there is no will, there will be a survey. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിൽ ഈ റെയിൽപാതയെക്കുറിച്ചും അതുപോലെ വിമാനത്താവളത്തെക്കുറിച്ചും ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ അതിൽ വലിയ രാഷ്ട്രീയമുണ്ടല്ലോ, രാഷ്ട്രീയമായ വലിയ ചർച്ചകൾ കൂടിയല്ലോ അതുമായി കണക്ട് ചെയ്യപ്പെട്ടു. അതെ, എല്ലാ തീരുമാനങ്ങളും രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. എല്ലാ തീരുമാനങ്ങളും നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇപ്പോൾ ബിരുദതലം വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്ന രാഷ്ട്രീയ തീരുമാനമല്ലേ? 1967 EMSൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കുന്ന രാഷ്ട്രീയ തീരുമാനമല്ലേ? കുട്ടികൾക്ക് സൗജന്യമായി ഉച്ചഭക്ഷണം നൽകുക, പോഷകാഹാരം നൽകുക രാഷ്ട്രീയ തീരുമാനമല്ലേ? നമ്മുടെ ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളിൽ അത്തരത്തിൽ വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്നവർക്ക് ഓണറേറിയം നൽകുന്നതിൽ സംസ്ഥാന സർക്കാരുകൾ തന്നെ അവരുടേതായിട്ടുള്ള മാസം അവർക്ക് നൽകുന്നതായിട്ടുള്ള വേതനം എന്ന് പറയുന്നത് ശരിയല്ല, ആ ഓണറേറിയം അത് വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ 1000 രൂപ വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ പ്രതിമാസം, അത് രാഷ്ട്രീയ തീരുമാനമല്ലേ? ഇന്ത്യ ഗവൺമെൻറ് ഇതൊന്നും വർദ്ധിപ്പിക്കുന്നില്ലല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഒരു കാര്യത്തിലുണ്ടല്ലോ, റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്ന് പരിശോധിക്കണം. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലത്തെ ചരിത്രം ഇല്ലേ? 93 വർഷക്കാലം അത്തരത്തിൽ റെയിൽവേ ബഡ്ജറ്റ്, ഒരുപക്ഷെ പൊതു ബഡ്ജറ്റിന് മുമ്പ് താങ്കൾ ഉൾപ്പെടെയുള്ളവരും നമ്മൾ ഈ മാതൃഭൂമി TV ഉൾപ്പെടെയുള്ള ടെലിവിഷൻ മാധ്യമങ്ങളിൽ റെയിൽവേ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ നമ്മുടെ പൊതുജനങ്ങൾ, ജനപ്രതിനിധികൾ, റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഒക്കെ അവരിരുന്ന് റെയിൽ ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തും. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ശ്രീ MP വീരേന്ദ്രകുമാർ, അദ്ദേഹം അവിടെ യൂണിയൻ സഹമന്ത്രിയായിരിക്കുന്ന വേളയിൽ 96 അതിന് അദ്ദേഹം പാർലമെൻ്റ് അംഗമായിരിക്കുന്ന വേളയിൽ, പിന്നീടും അദ്ദേഹം പാർലമെൻ്റ് അംഗമല്ല, അദ്ദേഹം രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോഴും ഈ കേരളത്തിൻ്റെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ചർച്ചകൾ പലയിടത്തും നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ക്രോഡീകരിച്ച് ഇന്ത്യയിലെ റെയിൽവേ മന്ത്രാലയത്തിന് അത്തരത്തിൽ കത്തുകൾ നൽകിയിട്ടുണ്ട് പലരും. ഇത് പിന്നീട് ഈ റെയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബഡ്ജറ്റിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച നടത്തിയിട്ടുണ്ട്. എവിടെ പോയി? പണ്ട് സ്കൂളിൽ നമ്മൾ നഴ്സറിയിൽ പഠിച്ചിട്ടുള്ളൊരു പഴയ റൈം ഓർമ്മയില്ലേ? പുസി ക്യാറ്റ് വേർ ഹാവ് യു ഗോൺ? റെയിൽ ബഡ്ജറ്റ് വേർ ഹാവ് യു ഗോൺ? 93 കൊല്ലക്കാലത്തെ ചരിത്രം എന്നേക്കുമായി അവസാനിപ്പിച്ച് ഇന്ത്യയുടെ പൊതു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിലെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമായി മാത്രം അത് കടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കുകളിൽ 4 എണ്ണത്തിൽ ഒരെണ്ണം ഇന്ത്യൻ റെയിൽവേയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടിയാണ്, ഇന്നലെ ഇപ്പോൾ മാതൃഭൂമിയുടെ അക്ഷരോത്സവം കനകക്കുന്നിൽ നടക്കുകയാണ്. ഇന്നലെ സെഷനിൽ ഞാൻ പങ്കെടുത്താണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരാൾ സംസാരിച്ചത്, പല രാജ്യങ്ങളിലെയും ജനസംഖ്യയേക്കാൾ എത്രയോ വലുതാണ് ഇന്ത്യൻ റെയിൽവേയിൽ ക്യാരി ചെയ്യുന്ന പാസഞ്ചേഴ്സിൻ്റെ എണ്ണം, അതിൻ്റെ വലിപ്പം.
അത് വളരെ പ്രധാനമാണ്. ഈ റെയിൽ ബജറ്റും ഈ പൊതു ബജറ്റും ഒരുമിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ടോ? ഇപ്പോൾ ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിലേക്ക് വന്നാൽ ഇപ്പോൾ മെട്രോ റെയിലുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി ബജറ്റുകളുടെ ഭാഗമാകുന്നുണ്ട്. ഇപ്പോൾ മെട്രോ എന്നതിനപ്പുറത്തേക്ക് അതിവേഗ റെയിൽ എന്നൊരു മാറ്റം കൂടി അതിൽ പ്രതിഫലിക്കുന്നില്ലേ? കേരളം ഇല്ല എങ്കിൽ പോലും നാട്ടിലെ നമ്മുടെ രാഷ്ട്രത്തിൽ എവിടെയായാലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം, അതിനെ സഹർഷം സ്വാഗതം ചെയ്യണം. നമ്മൾ കേരളീയർ തീരെ പരോക്യലായിട്ടുള്ള സങ്കുചിത മനസ്ഥരായിട്ടുള്ള ആളുകളല്ല. നമ്മൾ ഈ രാഷ്ട്രത്തെയും ഈ ലോകത്തെയും എല്ലാം നമ്മളൊരു വസുദൈവ കുടുംബകം എന്ന് വിശ്വസിക്കുന്ന അക്ഷരാർത്ഥത്തിൽ നമ്മൾ അതിഥി ദേവോ ഭവ എന്നുള്ള, അതുകൊണ്ടാണല്ലോ കേരളത്തെ സോമാലിയോട് ഉപമിച്ചവരെയും കേരളീയരെ കടൽ കൊള്ളക്കാരെന്ന് ആക്ഷേപിച്ചവരെയും ഈ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കൈകൂപ്പി സ്വീകരിക്കുകയും അവരെ അതിഥികളായി കാണുകയും അവരെ ആ വിധത്തിൽ നല്ല മനസ്സോടെ അവരോട് ഇടപെടുകയും അല്ലേ ചെയ്യുന്നത്. നമ്മുടെ ഭാഷയടക്കം വക്രീകരിച്ചാൽ പോലും നമ്മൾ അവരോട് ഒരു പ്രതിഷേധവും അങ്ങനെ രേഖപ്പെടുത്താത്തത്. നമ്മൾ അത്തരത്തിൽ നമ്മുടെ വിശാലമായ മനസ്സ്, നമ്മുടെ മഹാമനസ്കത എന്നുള്ളത് നമ്മുടെ ഔദാര്യമായി അതിനെ കാണണം, അല്ലാതെ അത് കീഴടങ്ങലായിട്ടല്ല കാണേണ്ടത്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ, താങ്കൾ ഈ ചോദിച്ച ചോദ്യത്തിൽ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടല്ലോ, ഇന്ത്യൻ റെയിൽവേയിലെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ, ദൂരയാത്ര ചെയ്യാനടക്കം, ഹ്രസ്വദൂര യാത്ര ചെയ്യാനടക്കം ആശ്രയിക്കാവുന്ന ഏക മാധ്യമം റെയിൽവേയാണ്. ആ റെയിൽവേയുടെ വികസനം ഉണ്ടായില്ല എങ്കിൽ പ്രസംഗം മാത്രം മതിയോ? കണക്ടിവിറ്റി അവിടെ കൂട്ടി, കണക്ടിവിറ്റി ഇവിടെ കൂട്ടി എന്നുള്ളത്. തീവണ്ടി യാത്രാ ചാർജ് തന്നെ വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ടല്ലോ. പല തീവണ്ടികളിലെയും നമ്മൾ യാത്രാ നിരക്ക് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനകത്ത് ഒരു തേർഡ് AC, സെക്കൻഡ് ACയുടെ എല്ലാം ചാർജ് എന്ന് തോന്നുന്നത് ചിലപ്പോഴൊക്കെ എങ്ങനെയാണ് ഒരു എക്കോണമി ക്ലാസ്സിലെ വിമാനത്തിലെ യാത്രയുമായി. വിമാനം തന്നെ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വിമാന കൊള്ളയാണ് നടക്കുന്നത്. ഇതെല്ലാം ഒരു കാർട്ടൽസാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. ഇന്ത്യയിൽ ഞാൻ ഈ കോർപ്പറേറ്റുകളുടെ കാര്യം പറഞ്ഞു. ആ കോർപ്പറേറ്റുകളുടെ ഒരു ഒളിഗാർക്കി എന്ന സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയാം. അവരുടെ കീഴിൽ ഒരു 10 എണ്ണം കഴിഞ്ഞാൽ ഒരു 490 പ്രധാനപ്പെട്ടതായ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള വെപ്രാളത്തിലാണ്. ഈ വെള്ളത്തിൽ മുങ്ങിച്ചത്ത് പോകാതെ പിടയ്ക്കുന്നത് പോലുള്ളൊരു അവസ്ഥയിലാണ് അവരുടെ എല്ലാം ദയനീയമായ സ്ഥിതി. ബഡ്ജറ്റ് പരിശോധിക്കൂ. ഒരു ഭാഗത്തൊരു റോസി പിക്ചർ ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. ആ റോസി പിക്ചർ എഴുതി കാണിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കുറച്ച് നേരത്തെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഹിന്ദിയിലുള്ള പ്രസംഗത്തിൽ അദ്ദേഹം ഇൻഫ്ലേഷനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ? ഒരു ഭാഗത്തുണ്ട്. ആ ഇൻഫ്ലേഷൻ, അതായത് ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താനുള്ള പരിശ്രമമാണ് എന്ന് ഒരു ഭാഗത്ത് പറയുകയാണ്. വേറൊരു ഭാഗത്ത് നല്ല ചിത്രം ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഈ വാട്സാപ്പിൽ രാവിലെ ഒരു 4 ഇഡ്ഡലിയും ഒരു വടയും ഒരു കാപ്പിയും അയച്ചു തന്നാൽ മനുഷ്യൻ്റെ വിശപ്പ് തീരുമോ? രാത്രി കുറേ കഞ്ഞി ഒരു പാത്രത്തിൽ പയറും അതെല്ലാം വെച്ച് ചപ്പാത്തിയും വെച്ച് വാട്സാപ്പിൽ അയച്ചു തന്ന ഗുഡ് നൈറ്റ് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ വിശപ്പ് തീരുമോ? അസുഖബാധിതനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ആംബുലൻസിൻ്റെ പടം അയച്ചു കൊടുത്താൽ അയാൾ ആശുപത്രിയിൽ എത്തുമോ? ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും വാസ്തവത്തിൽ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കണക്ക് നിങ്ങളൊന്ന് നോക്കണം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആകെ കടവും ആഭ്യന്തര ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ പറയുക എക്കണോമിക്സിൽ, GDP. അപ്പോൾ ഇന്ത്യ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റും GDPയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 57.1%. 57.1%. കേരളത്തിലോ 35% താഴെയായി പിടിച്ചു നിർത്താനായുള്ള ശ്രമത്തിലാണ്. അപ്പോഴാണ് വടിയുമായി വന്ന് കേരളത്തെ പാഠം പഠിപ്പിക്കാനായി, ബാലഗോപാലിനെ പഠിപ്പിക്കാനായി, പിണറായി വിജയനെ പഠിപ്പിക്കാനായി, കേരളീയരെ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. കേരളത്തിന് അർഹമായത് തന്നാൽ മതി, ഒരു നയാ പൈസ കൂടുതൽ തരണ്ട. അക്കാര്യത്തിൽ എല്ലാവർക്കും ഒരു പൊതുനിലപാടാണല്ലോ. കേരളത്തിന് അർഹമായത് കിട്ടണം, ഒരു നയാ പൈസയും കൂടുതൽ ആവശ്യമില്ല. അർഹമായത് പക്ഷേ കിട്ടണം എന്നത് പൊതുവായൊരു ആവശ്യമാണ്. ഇപ്പോൾ കേരളത്തിന് വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും ഈ ബജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല എന്നതാണ് ഇതുവരെ പുറത്തു വന്ന പ്രസംഗത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടെ മനസ്സിലാകും. അത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ സമ്പത്ത്, ഒരു തമാശയായി തോന്നുന്നുണ്ടോ ആമ ഗവേഷണത്തിന് കേന്ദ്രം? പക്ഷേ അങ്ങനെ നമ്മൾ തമാശയായി പറയാൻ കഴിയില്ല. അത് വളരെ പാരിസ്ഥിതികമായ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്, അക്കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഒന്നും കിട്ടാത്തടത്ത് ആമ ഗവേഷണ കേന്ദ്രത്തിന് പണം കിട്ടിയല്ലോ എന്നൊരു തമാശയായി കൂടി മാറുന്നുമുണ്ട്. ആമ ഗവേഷണ കേന്ദ്രമെല്ലാം അത്തരത്തിൽ അനുവദിച്ചത് നല്ല കാര്യം തന്നെ. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ മറഞ്ഞു പോകേണ്ടതില്ല. താങ്കൾ ചോദിച്ച ശബരി റെയിൽ പദ്ധതി അത് വേഗത്തിൽ പൂർത്തിയാക്കണം എന്നത് കേരളം ആവശ്യപ്പെട്ട കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ഈ ബഡ്ജറ്റ് അതിൽ കുറെ കൂടി സ്പെസിഫിക് ആയി നേരത്തെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ അങ്ങ് മറ്റു കാര്യങ്ങളിലേക്ക് കൂടി പോയിരുന്നു. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഇടപെടൽ ഉണ്ടാകും, സഹായം ഉണ്ടാകുമെന്ന് നമ്മൾ സ്വാഭാവികമായി പ്രതീക്ഷിക്കുന്നതാണ്. അവരുടെ രാഷ്ട്രീയ ഐഡിയോളജിയാണ് അതിന് കാരണമെന്നത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. എന്തുകൊണ്ട് ശബരിപാതയുടെ കാര്യത്തിൽ ഇത്രയും വർഷം 11 വർഷമായി
എന്തുകൊണ്ടൊരു ഇടപെടൽ ഉണ്ടാകാത്ത പോകുന്ന ചോദ്യം ന്യായമല്ലേ? വളരെ വളരെ ന്യായവുമാണ്. അക്കാര്യത്തിൽ വിമർശനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ ഒരു ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതുമാണ്. ശബരിമലയ്ക്ക് സമീപത്തായി ഒരു വിമാനത്താവള പദ്ധതി, ശബരി റോപ്പ് വേ, അത്തരത്തിലുള്ള ചില ആലോചനകൾ, ഇങ്ങനെ നിരവധി നിർദ്ദേശങ്ങളുണ്ട്. ഇതെല്ലാം പോകട്ടെ, സാധാരണ അയ്യപ്പ ഭക്തൻ നമ്മളെല്ലാം ശബരിമലയിൽ പോകുമ്പോൾ പമ്പയിൽ മുങ്ങിയാണ്. പമ്പയിലെ അവസ്ഥ എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം NSS സെക്രട്ടറി തന്നെ പറയുകയുണ്ടായി. പലപ്പോൾ പമ്പയിൽ മുങ്ങിക്കുളിച്ചല്ല ശബരിമലയിലേക്ക് പോകുന്നത്. വിശ്വാസം മുങ്ങിക്കുളിച്ച് പോകണമെന്നാണെങ്കിലും അത്രത്തോളം മോശമാണ് പമ്പയിലെ സ്ഥിതി. പ്രളയാനന്തരമുണ്ടായ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലെ വലിയ കുറവുമൊക്കെ ഉണ്ട്. ഈ ശബരിമലയുടെ കാര്യത്തിലൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിവേചനം ഉണ്ടാകുന്നത്? ഇപ്പോൾ കേരളമാണ്, കേരളത്തിന് പരിഗണന വേണ്ട എന്നൊരു തോന്നുന്നുണ്ട്. അതോ ഇവിടുത്തെ നേതാക്കൾക്ക് ആ നിലയിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണോ? അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ ഏതാണ്ട് ഒരു 10 വർഷമായി നിരന്തരം ഇക്കാര്യത്തിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം എന്നുള്ളത് അക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് നൽകേണ്ടതായ കാര്യങ്ങൾ നൽകണമല്ലോ. നമ്മൾ ഈ ഉറങ്ങിക്കിടക്കുന്നയാളിനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്ന ആളിനെ എങ്ങനെ വിളിച്ചുണർത്തും? കുംഭകർണൻ പോലും 6 മാസമേ ഉറങ്ങാറുള്ളൂ. പിന്നെ 6 മാസം നല്ലതിനായാലും ചീത്തക്കായിരുന്നാലും കുംഭകർണൻ ആ വലിയ ശരീരവുമായി ഇറങ്ങി ചെയ്യുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിടിച്ചാലൊന്നും കിട്ടില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ ഈ ഇന്ത്യയിലെ ഞാനിപ്പോൾ കുംഭകർണനെന്ന് ഞാൻ ഈ പറഞ്ഞത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ള ആരുടെയെങ്കിലും ശരീരപ്രകൃതി കാണുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെ തോന്നിപ്പോയാൽ ഞാൻ അവരെ കുറ്റം പറയുകയല്ല, ഞാൻ ആരെ ആക്ഷേപിക്കാനുമല്ല. ഈ കേരളത്തിലെ സർക്കാർ ചോദിച്ചതായ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം അത്തരത്തിൽ ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്, കേരളത്തിലും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ജീവന് പോലും ഭീഷണിയാണ്. 1000 കോടി രൂപ ഇതിനു വേണ്ടിയുള്ള നയപരിപാടികൾക്കായി അനുവദിക്കണം, അങ്ങനെ തുടക്കം കുറിക്കണം എന്നുള്ള കാര്യത്തിന്. മനുഷ്യൻ്റെ ജീവന് ഒരു വിലയുമില്ലേ? അല്ല, ഇതിനൊരു 1000 കോടി രൂപ അനുവദിക്കുക എന്നുള്ളത്, ഈ വിദേശയാത്രയ്ക്ക് ഉള്ളതിൻ്റെ നികുതി 2% കുറച്ചു എന്നുള്ളത് മഹത്തരമായ കാര്യമായി പറയുമ്പോൾ ഈ സ്വാമി ശരണം വിളിച്ചുകൊണ്ട് അത്തരത്തിൽ ഈ അവിടെ എല്ലാവരും പിന്നെ ഭക്തന്മാരാണ്. ഞങ്ങൾ ഈ സഖാവ് എന്ന് പറയുന്നത് പോലെ അവിടെ എല്ലാവരും സ്വാമിയാണ്. പോലീസുകാരായാലും അവിടെ വരുമ്പോൾ സ്വാമിയാണ്. അവിടെ ആര് വന്നാലും ഏത് ജാതി മതത്തിൽപ്പെട്ടവരായിരുന്നാലും അവിടെ വരുമ്പോൾ സ്വാമിയാണ്. സ്വാമി എന്നാണ് എല്ലാവരും പരസ്പരം വിളിക്കാറുള്ളത്. അവരത്തരത്തിൽ വരുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നതിൽ ഇതിനെല്ലാം രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടി ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ BJP വേറെ എന്തെങ്കിലും ഇക്കാര്യത്തിൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അതിൻ്റെ വിഹിതം ഉയർത്തുന്നതിനെ സംബന്ധിച്ച് നേരത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണതിൽ. താങ്കൾ ഈ ചോദിച്ചൊരു കാര്യം അവിടുത്തെ വിമാനത്താവളത്തെ സംബന്ധിച്ച്, മനുഷ്യൻ അത്തരത്തിൽ യാത്ര ചെയ്യണ്ടേ? തീർത്ഥാടകർക്ക് വരണ്ടേ? നമ്മൾ ഈ പിൽഗ്രിമേജ് ടൂറിസം എന്നുള്ളത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമല്ലേ? അപ്പോൾ അത്തരത്തിൽ ഭൗതിക സാഹചര്യങ്ങളും ഇത്തരം കാര്യങ്ങളിൽ സുരക്ഷിതത്വം, നമ്മളൊരു സേഫ്റ്റി, കംഫർട്ട്, ലക്ഷറി അല്ല ആവശ്യപ്പെടുന്നത്, ആ സൗകര്യങ്ങളാണ്, അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്. കേരളം പോലുള്ളൊരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശതമാനം വനഭൂമിയുള്ളൊരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഏറ്റവും കൂടുതൽ ശതമാനം വനഭൂമിയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ ഏതാണ്ട് 10 കൊല്ലക്കാലമായി ഈ വനത്തിൻ്റെ വിസ്തൃതി കുറഞ്ഞിട്ടില്ല, സംരക്ഷിച്ചിട്ടേ ഉള്ളൂ, കൂട്ടിയിട്ടേ ഉള്ളൂ. വനംകൊള്ള അത്തരത്തിലില്ല കേരളത്തിൽ. മറ്റൊന്ന്, നമുക്കിവിടെ തീരപ്രദേശവും പിന്നെ ഇവിടെയുള്ള ഈ 44 നദികളും നമ്മുടേതായിട്ടുള്ള വെള്ളക്കെട്ടുകളും ഈ വാട്ടർ ബാങ്ക്സും എല്ലാം ഉണ്ട്. ഇത് സംരക്ഷിച്ചേ മതിയാവും. ബാക്കി സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളൊരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാജസ്ഥാന് നൽകുന്നത്, മധ്യപ്രദേശിന് നൽകുന്നത്, ഗുജറാത്തിന് മഹാരാഷ്ട്രയ്ക്ക് നൽകുന്നത്, ആന്ധ്രാപ്രദേശിനും അതുപോലെ തന്നെ ബീഹാറിനും ഒഡീഷയ്ക്കും നൽകുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളെവിടെയാണ്? എന്താണ് കേരളത്തിൻ്റെ കുറ്റം? അതൊന്ന് പറയാം. എന്താണ് കേരളത്തിൻ്റെ കുറ്റം? ഇനി ഈ BJPക്ക് വോട്ട് ചെയ്യാത്തവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ, അതുകൊണ്ട് അതാണ് നിങ്ങളുടെ കുറ്റം എന്നാണ് പറയുന്നത് എങ്കിൽ കേരളത്തിലെ ജനത അങ്ങനെയാണ് സർ, അത് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ കേരളത്തിലെ ജനങ്ങളെ മുട്ടിലിഴയിപ്പിക്കാനാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തലപ്പത്ത് BJP നേതാക്കൾ ശ്രമിക്കുന്നത് എങ്കിൽ, അല്ല, ഈ നേതാക്കളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കേണ്ട ഒരു ചുമതല കേരളത്തിലെ BJP നേതാക്കൾക്കുണ്ടല്ലോ, അല്ലേ? ആ BJP ഘടകത്തിൻ്റെതായിട്ടുള്ള കേരള സംസ്ഥാന ഘടകം, കേരള രാജ്യക്ക് പ്രമുഖ, അങ്ങനെയൊക്കെയല്ലേ ഹിന്ദിയിലൊക്കെ അവർ പറയാറുള്ളത്. എന്താ ഇവർ ചെയ്തിട്ടുള്ളത്? ഇവരിവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കേരളത്തിനൊന്നും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആഹ്ലാദിക്കുകയാണ്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടോ കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോടോ ഒക്കെ അത്തരത്തിൽ അവർക്ക് ശത്രുതയുണ്ടെങ്കിൽ, എതിർപ്പെന്നല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഒരുപക്ഷേ കേരളത്തോട് ശത്രുതയായി കൊണ്ടു കിടക്കരുത് അവർ.
കേരളീയരോടുള്ള ശത്രുതയായി അവർ കൊണ്ടു നടക്കരുത് ദയവ് ചെയ്ത്. ശരി, ഏതായാലും BJP പ്രതിനിധികൾ ഈ ചർച്ചയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് അക്കാര്യങ്ങളിൽ കുറെ കൂടി ക്ലാരിഫിക്കേഷൻ വരുത്താം. അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. കേന്ദ്ര ബജറ്റാണ്, പൊതു കാര്യങ്ങളാണ്. അതേസമയം കേരളവുമായി ബന്ധപ്പെട്ട് ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് റെയിൽവേ മേഖലയുമായി, ശബരിമലയുമായി ബന്ധപ്പെട്ട അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. എയിംസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഉൾപ്പെടെ പ്രതീക്ഷിച്ചതാണ്.